സുഹൃത്തുക്കളെ, ഞാൻ ആദ്യം ഒരു വീഡിയോ കാണിക്കാം. ഒരു പഠനം നടത്തി നോക്കുക. ഇപ്പോ MDMA കൈവശം വെച്ചതിന്, കഞ്ചാവ് കടത്തിയതിന് ഒക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവരെല്ലാവരും മദ്രസകളിൽ പോയിട്ടുണ്ട്. സത്യത്തിൽ ഏറ്റവും അധികം ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടത് മുസ്ലിങ്ങളാണ്. കാരണം മുസ്ലിങ്ങളെപ്പോലെ മതവിദ്യാഭ്യാസം, മതപഠനം, ധാർമ്മിക പഠനം കിട്ടുന്ന മറ്റൊരു വിഭാഗം ഈ രാജ്യത്തില്ല. ഹിന്ദു കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള മതവിദ്യാഭ്യാസവും അവരുടെ ചെറുപ്പകാലത്ത് കിട്ടുന്നില്ല. അവരോട് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ കളവ് നടത്തരുത്, നിങ്ങൾ മദ്യപിക്കരുത്, നിങ്ങൾ ഇത്തരത്തിലുള്ള ലഹരി സാധനങ്ങൾ കൊണ്ട് നടക്കരുത് എന്ന് അവർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പുരോഹിതനിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നില്ല, കഴിഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരു മദ്രസയിലോ ഒരു ക്ഷേത്ര പാഠശാലയിലോ പോകാത്ത സഹോദര സമുദായങ്ങൾ പുലർത്തുന്ന ആ ഒരു ധാർമ്മിക ബോധം പോലും മദ്രസയിൽ പോകുന്നു എന്ന് പറയപ്പെടുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല എങ്കിൽ അതെന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കാം. ഞാൻ 10-12 വർഷക്കാലം ഒരു കോളേജിലെ അധ്യാപകനായിരുന്നു. എനിക്കറിയാം ഇവിടെ അധ്യാപകന്മാരുണ്ടാവും. നമുക്ക് സത്യസന്ധമായി നമ്മളുടെ നെഞ്ചത്ത് കൈവച്ചു പറയാൻ സാധിക്കും, അച്ചടക്കത്തിന്റെ കാര്യത്തിൽ, അധ്യാപകരെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ മുസ്ലിം കുട്ടികളാണോ? ഇതൊക്കെ മുസ്ലിം കുട്ടികൾക്ക് പാഠശാല മദ്രസകളിൽ നിന്ന് നൽകപ്പെടുന്നുണ്ട്, പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അവരെ. പക്ഷെ അവരാണോ? ഇതൊന്നും ചെറുപ്പകാലത്ത് ആരും പറഞ്ഞു കൊടുക്കാത്ത മറ്റു സമുദായങ്ങളിൽ പെടുന്ന കുട്ടികളാണോ കൂടുതൽ അച്ചടക്കമുള്ളവരായി, അമറുള്ളവരായി കോളേജുകളിൽ, സ്കൂളുകളിൽ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളിൽ ഉള്ളത്? എന്തോ ഒരു വലിയ തകരാറ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെ വേണ്ട വിധം നമ്മൾ എല്ലാവരും ഒരുമിച്ച് നേരിട്ടില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം വളരെ വലുതാണ്. ആ കാര്യത്തിൽ എല്ലാവരും ഒരു ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. പണത്തോടുള്ള ആർത്തിയാണ്, മോഹമാണ് ഇതിനൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് MDMA കടത്തുന്നത്? എന്തിനാണ് ലഹരി വസ്തുക്കൾ കടത്തുന്നത്? അതവര് വിൽപ്പന നടത്തുന്നതും അതിന്റെ കാരിയർമാരാകുന്നതും പണം കിട്ടാൻ വേണ്ടിയാണ്. സ്വർണം പണം കിട്ടാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരും, ലഹരി വസ്തുക്കൾ പണം കിട്ടാൻ വേണ്ടി നമ്മൾ കടത്തും. അങ്ങനെ ഇതൊന്നും ഒരു തെറ്റല്ലാത്ത കാര്യമാണ് എന്ന രീതിയിലാണ് പൊതു മുസ്ലിം സമൂഹം കരുതുന്നതും വിശ്വസിക്കുന്നതും. അക്കാര്യത്തിൽ ശരിക്കും ഒരു ഇടപെടൽ മതസംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. വെള്ളിയാഴ്ച ഖുതുബകളിൽ പറഞ്ഞു കൊടുക്കേണ്ടത് പുതിയ കാലത്ത് ഈ കാര്യങ്ങളെ കുറിച്ചാണ്. ധനത്തോടുള്ള ആർത്തി അവസാനിപ്പിക്കുക, പണത്തോടുള്ള മോഹം ഇല്ലാതാക്കുക. അത് മാത്രമാണ് ഇതൊക്കെ തടയാനുള്ള ആത്യന്തികമായിട്ടുള്ള വഴി എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും നമുക്ക് കഴിയുന്നത് പോലെ മാതൃകകളാകാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ചെറുപ്പക്കാർക്ക്, ആളുകൾക്ക് ഒന്നും ആരെയും വിശ്വാസമില്ലാത്ത സ്ഥിതിയാണ്. ആരെ വിശ്വസിക്കും അവര്? കാരണം ഇതൊക്കെ പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ തന്നെ വളരെ മോശമായിട്ടുള്ള ജീവിത രീതികൾ അവലംബിക്കുന്നു. വയല് എന്നൊന്നും പറയുന്നതിനോട് ആളുകൾക്ക് ഒരു മതിപ്പുമില്ല. കാരണം ലക്ഷക്കണക്കിന് രൂപയാണ് വയല് പറയാൻ വേണ്ടി പ്രതിഫലം വാങ്ങുന്നത്. അങ്ങനെ പ്രതിഫലം വാങ്ങി ചെയ്യുന്നതാണ് വയല് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അവര് പറയുന്നതിന് പുല്ലുവില പോലും കൽപ്പിക്കില്ല, പുല്ലുവില. അപ്പോ എല്ലാ വിഭാഗം ആളുകളും, ഞാന് ഒരു പൊതുപ്രവർത്തകനാണ്, ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഞാൻ എന്നാൽ കഴിയുന്ന രൂപത്തിൽ എങ്ങനെയൊക്കെ തെറ്റിൽ നിന്ന് അകന്നു നിൽക്കാൻ പറ്റുമോ അത്രയും അകന്നു നിൽക്കുക. പൂർണ്ണമായിട്ട് അകന്നു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ മറ്റു ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തെറ്റിൽ നിന്ന് നമ്മൾ അകന്നു നിന്നേ പറ്റൂ. അത് നമ്മൾ സമൂഹത്തെ പഠിപ്പിക്കണം, വളർന്നു വരുന്ന തലമുറയെ പഠിപ്പിക്കണം. മദ്രസ വിദ്യാഭ്യാസം ഇപ്പോ ഇല്ല എന്ന് തന്നെ പറയാം. എല്ലാവരും സ്കൂളിൽ വെച്ചിട്ടാണ് മദ്രസ വിദ്യാഭ്യാസം കൊടുക്കുന്നത്. അതിന്റെ ഒരു കുഴപ്പമുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഞാൻ വെറുതെ ചോദിച്ചു, വെറുതെ ഒരു സംശയം പ്രകടിപ്പിച്ചു എന്ന് മാത്രം. പരമ്പരാഗതമായിട്ടുള്ള മദ്രസ സിസ്റ്റം തന്നെ ഇല്ലാതാവുകയാണ്. അപ്പൊ അതിന്റെ ഒക്കെ എന്തെങ്കിലും ഇതുണ്ടോ? സിലബസിൽ വല്ല മാറ്റങ്ങളും വരുത്തണോ? ഇക്കാര്യങ്ങളൊക്കെ വിസ്ഡം പോലെയുള്ള സംഘടനകൾ ആലോചിക്കണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഉണർത്തിക്കൊണ്ട്
അപ്പോൾ ശ്രീ KT ജലീലിൻ്റെ സ്പീച്ചാണ്. ഇത് ഒരു തഖ്യയാണോ എന്നുള്ള സംശയം വേറെ. കാരണം ഒരു ഹിന്ദുത്വ ശക്തി അധികാരത്തിലിരിക്കുന്നിടത്ത് ഇങ്ങനൊരു തഖ്യ എടുക്കേണ്ടത് കൊണ്ടാണോ ഈ നല്ല വാക്കുകളൊക്കെ വന്നത് എന്നുള്ളത് സംശയിക്കപ്പെടേണ്ടതാണ്. എന്നാലും നമുക്കത് ആത്മാർത്ഥമായിട്ട് എടുക്കാം. അപ്പോൾ ജലീൽ മാഷ് പറഞ്ഞത്, മാഷ് എന്ന് പറയാലോ, അധ്യാപകനാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ജലീൽ മാഷ് പറഞ്ഞത്, ഈ മതമൊക്കെ പഠിപ്പിച്ചിട്ടും എന്താ ധാർമ്മികത ഇല്ലാത്തതാണ്. ധർമ്മം പഠിപ്പിക്കാത്തതുകൊണ്ടാണ് മാഷേ. ധർമ്മം പഠിപ്പിച്ചാലേ ധർമ്മം ഉണ്ടാവുള്ളൂ. മതം പഠിപ്പിച്ചാൽ മതം പൊട്ടും. ഇപ്പം മാഷ് പറഞ്ഞല്ലോ, എന്താണ്, മറ്റുള്ളവർക്ക് ദോഷമാവുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാനെങ്കിലും. എല്ലാം ശരി ചെയ്യാൻ പറ്റൂല, ദോഷം ചെയ്യാതിരിക്കണം. അപ്പം മാഷ് ഇപ്പോൾ പറഞ്ഞു പഴയ പാരമ്പര്യമായ മദ്രസയെ പഠിക്കാത്തത് കൊണ്ടായിരിക്കും, അതൊക്കെ വിട്ടുപോയത് കൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പം പഴയ പാരമ്പര്യ മദ്രസയിലല്ലേ മാഷ് പഠിച്ചത്. മാഷ് എന്നിട്ട് ഈ ഒരു രാഷ്ട്രത്തോട് എന്താ ചെയ്തത്? ഇവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സിമി എന്ന് പറഞ്ഞ ഒരു സംഘടനയിൽ പ്രവർത്തിച്ചില്ലേ? ഈ ഭാരതവും പാകിസ്ഥാനുമായിട്ട് വിഭജിച്ചു പോയിട്ട് അത് ഇസ്ലാമിന് വേണ്ടി തന്നെ ഒരു രാഷ്ട്രമായിട്ട് അത് പിരിഞ്ഞുപോയി. എന്നിട്ട് ഇതൊരു ഹിന്ദുക്കൾക്ക് ബഹുസ്വരത ഉള്ളത് കൊണ്ട് മാത്രം ഇതൊരു ജനാധിപത്യ ബഹുസ്വര രാഷ്ട്രമായിട്ട് നിൽക്കുന്നു. അവിടെ ഇങ്ങനെയൊക്കെ കളിച്ചു കൂട്ടി എല്ലാ ലൂപ്പ് ഹോൾസ്, ജനാധിപത്യത്തിന്റെ ലൂപ്പ് ഹോൾസ് ഒക്കെ ഉപയോഗിച്ച് അധികാരം പിടിച്ചുപറ്റി ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സിമി എന്ന് പറഞ്ഞ സംഘടനയുടെ ഭാഗമല്ലായിരുന്നു മാഷ് എങ്ങനെയാണ് ഈ മതം ധർമ്മം പഠിപ്പിച്ചു എന്ന് പറയാ? പഴയ പാരമ്പര്യമായിട്ടുള്ള മദ്രസ ധർമ്മം പഠിപ്പിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇതെന്ത് ധർമ്മ മാഷെ? ഇവിടുത്തെ ഭൂരിപക്ഷ ജനതയെ ചതിച്ചുകൊണ്ട് ഇവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ധർമ്മമാണോ? ഇതേ കാര്യമല്ലേ പഴയ പാരമ്പര്യത്തെ പഠിപ്പിച്ച് ഡോക്ടർ ഫസൽ ഗഫൂറും ചെയ്തത്? ഇവിടെ ജാതി രാഷ്ട്രീയം കത്തിച്ച് ജാതി പാർട്ടികളെ കൂട്ടുപിടിച്ച് ഇസ്ലാമിക ശക്തികൾ അധികാരത്തിൽ വരണം എന്ന് പറഞ്ഞ ഈ ഡോക്ടർ ഫസൽ ഗഫൂർ എന്ന് പറഞ്ഞ അസ്ത്രമൊക്കെ കൂർപ്പിച്ചിരിക്കുന്ന ആ മനുഷ്യനും പഴയ പാരമ്പര്യ പ്രകാരമുള്ള ആ മദ്രസയിലല്ലേ പഠിച്ചത്. അപ്പൊ ധർമ്മം പഠിച്ചിട്ടുണ്ടോ? വെറും മതമല്ലേ പഠിച്ചത്. അപ്പൊ ആ മതത്തിന്, ആ ഗ്രന്ഥത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പരിശോധിക്കണം മാഷെ. പിന്നെ ഉള്ളത് എന്താണ്? വിദ്യാർത്ഥികളുടെ വിനയം, അച്ചടക്കം, ഇതൊക്കെ മറ്റ് മതത്തിലെ കുട്ടികൾക്ക് കാണുന്നു. പ്രത്യേകിച്ച് ഹിന്ദു ആയിരിക്കും ഉദ്ദേശിച്ചത്. അതിപ്പോൾ SFIയിലേക്ക് പോയ കുട്ടികൾക്ക് കാണാൻ പറ്റില്ല. ഒരു റെഡ് ജിഹാദ് ആ ഒരു ഇതിൽ ഇപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഒരു എന്താ പറയുക, ലെഫ്റ്റ് ജിഹാദി എക്കോസിസ്റ്റത്തിലേക്ക് പോയ കുട്ടികൾക്ക് എന്തായാലും ആ ഒരു ഗുണമൊന്നും കാണാൻ പറ്റൂല. കാരണം ഈ ഹിന്ദു കുട്ടികൾക്ക് ഇത് പുരോഹിതന്മാർ പറഞ്ഞു കൊടുത്തിട്ടല്ല, ഞങ്ങളുടെ മൂർത്തി സങ്കല്പത്തിൽ നിന്നാണ് ഇത് കിട്ടുന്നത്. വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. വിഗ്രഹാരാധന എന്ന് പറയും. പണ്ട് ഈ വിഗ്രഹങ്ങളെ തച്ചുടച്ചുകൊണ്ടാണല്ലോ ഇങ്ങോട്ടേക്ക് കയറിങ്ങ് വന്നത്. അപ്പോൾ ഈ വിഗ്രഹാരാധന എന്ന് പറയുന്ന സഗുണാരാധനയിലാണ് ഗുണങ്ങളൊക്കെ ആരാധിച്ച് ആ മൂർത്തികളുടെ ഗുണങ്ങളൊക്കെ ഒരു വ്യക്തിക്ക് കിട്ടുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അത്തരം ഗുണങ്ങളൊക്കെ ഒന്ന് കിട്ടണമെങ്കിൽ ഈ വിഗ്രഹാരാധന ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ പറഞ്ഞത് ആർത്തി, പണത്തോടുള്ള ആർത്തി എങ്ങനെ ഇല്ലാതിരിക്കും? ഇത്രയും ഭൂമി പിടിച്ചടക്കി ലാൻഡ് ജിഹാദ് ചെയ്തിട്ട് വേണം ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കിയിട്ട് സ്വർഗത്ത് പോയിട്ട് വലിയ റൂം ബുക്ക് ചെയ്ത് ഹൂറിൻ്റെ ഒപ്പം ഇരിക്കാൻ. പിന്നെ എങ്ങനെ ഇല്ലാതിരിക്കും ആർത്തി? പിന്നെ ഈ ഭൂമിയിൽ തന്നെ വലിയ ബംഗ്ലാവുകൾ ഒക്കെ ഉണ്ടാക്കണം. ഈ പ്രകൃതി വസ്തുക്കളെ മുഴുവനും ചൂഷണം ചെയ്തുകൊണ്ട് ഉള്ള മണൽ മുഴുവൻ വാരണം, ഉള്ള കല്ല് മുഴുവൻ പൊട്ടിക്കണം. പ്രകൃതിയിലെ ഒരു വസ്തുവിനോടും ഒരാരാധനയില്ല. കല്ലിനെയും മരത്തിനെയും ആരാധിക്കുന്ന മൂല്യങ്ങൾ ഉണ്ടാക്കിയെടുക്കണം മാഷെ. അതൊക്കെ മൂല്യങ്ങളാണ്. അതൊക്കെ എന്താ പറയുക, അതൊന്നും വിഗ്രഹാരാധനയാണെന്നോ പിശാചാണെന്നോ ഒന്നും പറയരുത്. അങ്ങനെ മരത്തിനെയും കല്ലിനെയും ഉള്ള നദികളെയൊക്കെ ആരാധിക്കുമ്പോഴാണ് പ്രകൃതി ബാക്കി ഉണ്ടാവുക. ഇതൊക്കെ മൂല്യങ്ങളാണ് മാഷെ. ഇതൊക്കെ തലമുറയോട് പറഞ്ഞു കൊടുക്കണം, യുവതയോട് പറഞ്ഞു കൊടുക്കണം. അതിനൊക്കെയാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. സനാതന മൂല്യങ്ങളാണ് ഇതൊക്കെ. ഞങ്ങൾ സ്മൃതികൾ എന്ന് പറയും. സ്മൃതികളെ ഞങ്ങൾ തള്ളിക്കളയും. ഈ ശ്രുതികൾ എന്ന് പറയുന്ന കാലാകാലമുള്ള മൂല്യങ്ങളാണ്. ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും മാഷെ. ഈ സനാതന ധർമ്മം എന്ന് പറയുമ്പോൾ ഇങ്ങനെ വലിയ പടവാളെടുത്ത് തുള്ളാണ്ട് സനാതന ധർമ്മം എന്താണ്, സനാതന മൂല്യം എന്താണ്, ഈ മൂല്യം എന്താണ് ഈ ലോകത്തിന് കൊടുക്കുന്നത്, ഒരു മതത്തിനുള്ളതല്ല. അതാണ് ഈ സനാതന ആയ മൂല്യം എന്ന് പറയുന്ന മാനവിക മൂല്യങ്ങളാണ്. ഇതെല്ലാവർക്കും വേണ്ടതാണ്. ഇത് പരിസ്ഥിതിയെ സംരക്ഷിക്കാനുള്ളത്, പ്രപഞ്ചത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ഈ മൂർത്തികൾ അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ എന്നിവയിൽ കൂടിയാണ് വ്യക്തികളിലേക്ക് കൊടുക്കുന്നത്. അതൊന്ന്
പരീക്ഷിച്ച് നോക്കിയാൽ നന്നായിരിക്കും മാഷെ. അപ്പോൾ പിന്നെ എന്താണ് പറഞ്ഞത്, ദുര ആർത്തി അല്ലേ? അപ്പം പണത്തോടുള്ള ആർത്തി എന്ന് പറയുന്നത് ഈ എന്താ പറയുക, ലോകത്തുള്ളത് മുഴുവനും പുരുഷന് ആസ്വദിക്കാനുള്ള ഉപഭോഗ വസ്തുവാണ് എന്നുള്ള ചിന്തയിൽ നിന്ന് വരുന്നതാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ കയറി ചെല്ലാൻ ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന കൃഷിയിടമാണ് സ്ത്രീ. പിന്നെ നിങ്ങൾക്ക് ചൂഷണം ചെയ്യാനുള്ളതാണ് ഈ ഭൂമി എന്നൊക്കെയുള്ള ആ ഒരു ചിന്തയിൽ നിന്ന് വരുന്നതാണ് ഈ ആർത്തി എന്ന് പറയുന്ന ഒക്കെ പിടിച്ചടക്കാനുള്ളത്. അതിനോടൊക്കെ ഒരു ബഹുമാനവും എല്ലാത്തിനോടും സഹജീവി സ്നേഹവും ഒരു എമ്പതിയൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള മൂല്യങ്ങൾ ഒന്ന് വളർത്തിയെടുക്കണം. അതാ ആ ഗ്രന്ഥത്തിലുണ്ടോ, ആ മതഗ്രന്ഥത്തിലുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. പണ്ട് സീതാദേവി ഈ സ്വന്തം മക്കളായ ലവകുശന്മാരെ കാട്ടിൽ കൂട്ടി വിറകിന് പോകുമ്പം പറയുന്നത്, വൃക്ഷത്തോട് സമ്മതം ചോദിക്കണം. ഒരു കമ്പ് വെട്ടാൻ, ഉണങ്ങിയ കമ്പാണെങ്കിലും വെട്ടുമ്പം വൃക്ഷത്തോട് സമ്മതം ചോദിക്കാം. അതൊരു മൂല്യം പറഞ്ഞു കൊടുക്കുന്നതാണ്. അതുപോലുള്ള മൂല്യങ്ങൾ കൊടുത്തിട്ടാണ് ഹിന്ദുക്കൾ കുട്ടികളെ വളർത്തിക്കൊണ്ട് വന്നത്. ഇപ്പം അതൊക്കെയും ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്ന് എല്ലാം കൂടെ തകർക്കാനാണല്ലോ ശ്രമിക്കുന്നത്. അപ്പം മൊത്തത്തിൽ എല്ലാവരും കൂടെ കൂട്ട നിലവിളിക്കുക. മാഷേ, ഇവിടെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ആ നിർമാല്യത്തിലെ ആ വെളിച്ചപ്പാട്, പിന്നെ എന്താണ് ഭഗവതിൻ്റെ മുഖത്ത് തുപ്പി എന്ന് പറയുന്നുണ്ടല്ലോ, സങ്കടം കൊണ്ട്. ആ സങ്കടം ആ ദേവതയും അന്ന് അനുഭവിച്ചിട്ടുണ്ടാവും, ഇപ്പോഴും അനുഭവിക്കുന്നുണ്ടാവും. ആ ശാപമൊക്കെ കിട്ടും പക്ഷേ ആർത്തി കൊണ്ടാണ്, ദുര കൊണ്ടാണ് ഓരോ ഭൂമിയെയും ഓരോ പെണ്ണിനെയും ഒക്കെ പിടിച്ചടക്കിയത്. ആ ദുര, പണത്തിനുള്ള ആർത്തി ഉണ്ടല്ലോ, കണ്ടവൻ്റെ ഭൂമി പിടിച്ചടക്കാനുള്ള ആർത്തി, അതില്ലാണ്ടാക്കണം. അപ്പൊ ഈ ദേവതകളൊക്കെയും അനുഗ്രഹിക്കും. ആ അന്നത്തെ ആ വെളിച്ചപ്പാടിൻ്റെ ആ തുപ്പല് ദേവീൻ്റെ മുഖത്ത് പതിച്ചിട്ടുണ്ടെങ്കിൽ ആ ദേവതയ്ക്കൊക്കെയും ആരോടാണെങ്കിലും ആ ഒരു ഇതുണ്ടാവും, ആ ശാപം ഉണ്ടാവും. ആ ശാപം തലമുറകൾ അനുഭവിക്കും. ഭൂമി പിടിച്ചടക്കിയവനും പെണ്ണുങ്ങളെ പിടിച്ചടക്കിയവനും പറ്റിച്ചവനും റിയൽ എസ്റ്റേറ്റ് നടത്തിയവനും ഒക്കെയും അനുഭവിക്കും. പക്ഷേ സന്തതി പരമ്പര 7 തലമുറയോ 21 തലമുറയോ അനുഭവിക്കുന്നതാണ് ഹിന്ദുക്കൾ പറയുക. അതുകൊണ്ടാണ് ഞങ്ങൾ മക്കൾ തിന്നാനുള്ള ധനത്തിലൊന്നും ഇങ്ങനത്തെ കള്ളത്തരം കാണിക്കാത്തത്. അപ്പോൾ ധനത്തോടുള്ള ആർത്തി കൊണ്ട് ഈ മണ്ണിലെ ദേവതകളെ മുഴുവനും മുഖത്ത് തുപ്പിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ സന്തതി പരമ്പരകൾ അനുഭവിക്കും. ഇതാണ് പറയാനുള്ളത്. രാഷ്ട്രായ സ്വഹ ഇദം ന മമ.